വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിയിൽ എഡിറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ്. കാരണം ഒട്ടുമിക്ക ഫോട്ടോഗ്രാഫർമാരും റോ ഫയൽ ഫോർമാറ്റിലായിരിക്കും ഫോട്ടോ എടുക്കുക. അത്തരം ഫോട്ടോകൾ നമ്മൾ പ്രോപ്പറായിട്ട് എഡിറ്റ് ചെയ്യാതെ അതിൻ്റെ ശരിയായ ഭംഗി നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഫോട്ടോസ് ഞാൻ എങ്ങനെയാണ് എഡിറ്റ് ചെയ്യുന്നുള്ളത് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. ഹായ് ഫ്രണ്ട്സ്, ഞാൻ ജിതിൻ ശ്രീപത്മം. വെൽക്കം ടു വൈൽഡ് സ്റ്റോറീസ്. ഈ 3 സോഫ്റ്റ്വെയർസാണ് എഡിറ്റിങ്ങിന് വേണ്ടി ഞാൻ സാധാരണ യൂസ് ചെയ്യുന്നത്. ഇതിൽ ഫാസ്റ്റ് ഡ്രോ ഒരു ഫയൽ ഹാൻഡ്ലിംഗ് സോഫ്റ്റ്വെയർ ആണ്. നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്ന റോ ഫയൽസൊക്കെ റിവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ നല്ല ഫോട്ടോസൊക്കെ റേറ്റിംഗ് ചെയ്യാനും ഒക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് യൂസ് ചെയ്യാം. ഓരോ ഫോട്ടോഗ്രാഫി സെഷന് ശേഷം, പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫി സെഷന് ശേഷം ഒരുപാട് അൺവാണ്ടഡ് ആയിട്ടുള്ള ഫോട്ടോസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോസൊക്കെ നമ്മൾ റിവ്യൂ ചെയ്തിട്ട് ആവശ്യമില്ലാത്തെല്ലാം ഇതിനകത്ത് തന്നെ ഡിലീറ്റ് ചെയ്യാനും അതുപോലെ നമുക്ക് നല്ല ഫോട്ടോസിനൊക്കെ റേറ്റിംഗ് ചെയ്ത് വെക്കാനൊക്കെ ഈ ഒരു സോഫ്റ്റ്വെയർ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ സെലക്ട് ചെയ്യുന്ന ഓരോ ഫോട്ടോയുടെയും എക്സിഫ് ഡീറ്റെയിൽസ് ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. എടുത്തതിൽ വെച്ചിട്ട് ഏറ്റവും ഭംഗിയുള്ള ഫോട്ടോസിന് ഞാൻ ഒരു 5 സ്റ്റാർ റേറ്റിംഗ് ആണ് നോർമലി കൊടുക്കാറുള്ളത്. ഇങ്ങനെ മുഴുവൻ ഫോട്ടോസും ഫിൽറ്റർ ചെയ്തതിന് ശേഷം ആവശ്യമില്ലാത്തെല്ലാം ഡിലീറ്റ് ചെയ്തിട്ട് 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ട് കൊടുത്ത ഫോട്ടോസ് മാത്രം ഫിൽറ്റർ ചെയ്ത് വെക്കുന്നു. എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര കൺഫ്യൂഷൻ ആക്കുന്ന ഒരു പാർട്ടാണ് ഈ ബെസ്റ്റ് ഫോട്ടോ സെലക്ട് ചെയ്യുക എന്നുള്ളത്. അത്യാവശ്യം സമയം എടുത്തിട്ടാണ് ഞാൻ ഈ കൂട്ടത്തിൽ ഏറ്റവും നല്ലൊരു ഫോട്ടോനെ സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ 5 സ്റ്റാർ റേറ്റിംഗ് ഇട്ട് വെച്ച ഫോട്ടോസിന് ഒരു 3-4 തവണ റിവ്യൂ ചെയ്തതിന് ശേഷം അതിൽ തന്നെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ളൊരു ഫോട്ടോയാണ് ഞാൻ ഫർദർ എഡിറ്റിങ്ങിന് വേണ്ടി ഫോട്ടോഷോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നത്. നമ്മൾ ഇവിടുന്ന് സെലക്ട് ചെയ്ത ഫോട്ടോനെ ഡയറക്റ്റായിട്ട് ഫോട്ടോഷോപ്പിലേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ഈ ഒരു സോഫ്റ്റ്വെയറിൻ്റെ ഒരു വലിയ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയത്. അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത ഫോട്ടോ റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫോട്ടോഷോപ്പിലേക്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കിട്ടും. ഇങ്ങനെ എക്സ്പോർട്ട് ചെയ്യുന്ന ഫയൽ ഒരു റോ ഫയലായതുകൊണ്ട് ഫോട്ടോഷോപ്പിൻ്റെ ക്യാമറ റോ ഫിൽറ്ററിലാണ് ആദ്യം ഓപ്പൺ ആയിട്ട് വരിക. അതിൽ ഏറ്റവും താഴെയായിട്ടുള്ള ഓപ്പൺ ക്ലിക്ക് കഴിഞ്ഞാൽ ഡയറക്റ്റ് ഫോട്ടോഷോപ്പിൻ്റെ ഇൻ്റർഫേസിലേക്ക് പോകും. നമ്മളെപ്പോഴും എഡിറ്റ് ചെയ്യുന്നതിന് മുൻപേ ആ ഒരു ഫയലിലെ ഡ്യൂപ്ലിക്കേറ്റ് ഫയൽ എടുത്ത് വെക്കണം. അതിൽ ആയിരിക്കണം നമ്മളെല്ലാ എഡിറ്റിംഗ് വർക്കുകളും ചെയ്യേണ്ടത്. അതിനുശേഷം ഈ ഒരു ഫോട്ടോയെ എനിക്ക് ആവശ്യമുള്ള രീതിയിലുള്ള ഒരു വൈഡ് ഫ്രെയിമായിട്ട് ക്രോപ്പ് ചെയ്തെടുക്കുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, ഫോട്ടോഷോപ്പ് എന്ന് പറയുന്നത് വളരെ പവർഫുൾ ആയിട്ടുള്ളൊരു ഇമേജ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ്. പക്ഷെ നമുക്ക് ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോ എഡിറ്റ് ചെയ്യുന്നതിനുണ്ട് ഫോട്ടോഷോപ്പിൻ്റെ വളരെ കുറച്ച് ഫീച്ചേഴ്സ് മാത്രമേ ആവശ്യമുള്ളൂ. എനിക്ക് ആവശ്യമുള്ള രീതിയിൽ ക്രോപ്പ് ചെയ്തതിന് ശേഷം മറ്റ് എഡിറ്റിംഗ് തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ഈ ഒരു ഫോട്ടോയിലുള്ള നോയ്സിനെ കളയാൻ വേണ്ടിയിട്ട് ഡീനോയ്സ് എയിലേക്ക് ഈ ഒരു ഫോട്ടോ എക്സ്പോർട്ട് ചെയ്യുന്നു. നമ്മളെ കമ്പ്യൂട്ടറിൽ ഡീനോയ്സ് എ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് തന്നെ ഈ ഫോട്ടോഷോപ്പിലേക്ക് വേണ്ടുന്ന പ്ലഗിൻസും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഫോട്ടോനെ ഡീനോയ്സിലേക്ക് എക്സ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫിൽറ്റേഴ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ടോപ്പാസ് ലാബ്സിൽ ടോപ്പാസ് ഡീനോയ്സ് എ ക്ലിക്ക് ചെയ്താൽ മതി. ഈ ഒരു സോഫ്റ്റ്വെയറിൽ 5ഓളം ഡീനോയ്സിങ് AI മോഡൽസ് അവൈലബിൾ ആണ്. അതിൽ ഓരോന്നും ചൂസ് ചെയ്ത് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഫോട്ടോന് ഏതാണോ സ്യൂട്ടബിൾ ആകുന്നത് മോഡൽ സെലക്ട് ചെയ്തതിന് ശേഷം സ്ക്രീനിലെ ആ സ്ലൈഡർ ലെഫ്റ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റ് ചേഞ്ചസ് കാണാൻ സാധിക്കും. അതിനുശേഷം അപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ഈ ഫോട്ടോഷോപ്പിലേക്ക് സേവ് ആവും. നമ്മൾ ഈ ഡീനോയ്സിങ് പ്രോസസ്സ് ഫോട്ടോ എഡിറ്റിങ്ങിൻ്റെ അവസാനമാണ് ചെയ്യുന്നതെങ്കിൽ മറ്റുള്ള എഡിറ്റിംഗ് പ്രോസസ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ ഈ നോയ്സ് ഇൻക്രീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ടാണ് ബാക്കിയുള്ള കളർ കറക്ഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ കറക്ഷനൊക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു ഡീനോയ്സിങ് പ്രോസസ്സ് ചെയ്യുന്നത്. അടുത്ത പ്രോസസ്സ് എന്ന് പറയുന്നത് ഈ ഫോട്ടോയുടെ കളർ കറക്ഷനും എക്സ്പോഷർ കറക്ഷനൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഫിൽറ്ററിൽ ക്യാമറ ഫിൽറ്റർ ഓപ്പൺ ചെയ്യാം. ഈ ഒരു ഇൻ്റർഫേസിൽ ഏറ്റവും മുകളിലായിട്ട് ഈ ഒരു പിക്ചറിൻ്റെ ഹിസ്റ്റോഗ്രാം ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഒരുപാട് ഓപ്ഷൻസും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൽ തന്നെ ഏറ്റവും ആദ്യമുള്ള ഓപ്ഷൻസാണ് ലൈറ്റ്. അതിൽ നമുക്ക് ബേസിക് ആയിട്ടുള്ള എക്സ്പോഷർ ഡീറ്റെയിൽസ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരുപാട് സ്ലൈഡേഴ്സ് കാണാം. അതിൽ ഓരോ പിക്ചറിൻ്റെയും എക്സ്പോഷർ വാല്യൂസൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. സോ നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറയാൻ സാധിക്കില്ല. ഓരോ ലൈറ്റ് കണ്ടീഷനുള്ള ചിത്രങ്ങൾക്കും വ്യത്യസ്ത രീതിയിലുള്ള എക്സ്പോഷർ വാല്യൂസ് അതുപോലെ തന്നെ ഹൈലൈറ്റ്സും ഒക്കെ ആയിരിക്കും. പക്ഷേ എങ്കിലും നമ്മൾ പിക്ചറിൽ ഡീറ്റെയിൽസ്
കുറച്ച് പുൾ ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഷാഡോ കുറച്ച് ഇൻക്രീസ് ചെയ്താൽ ബ്ലാക്ക് ആയിട്ടുള്ള ഭാഗത്തുള്ള ഡീറ്റെയിൽസും കൂടി നമുക്ക് പുൾ ഔട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളെ ചിത്രത്തിലൊക്കെ മിക്കവാറും വൈറ്റ് ബാലൻസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി കിടക്കുന്നുണ്ടാവും. അത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചിത്രത്തിൽ വൈറ്റ് ആയിട്ടുള്ളൊരു പോർഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓവറോൾ പിക്ചറിൻ്റെ വൈറ്റ് ബാലൻസ് അഡ്ജസ്റ്റ് ആയി കിട്ടും. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് കളർ മിക്സർ എന്നൊരു ഓപ്ഷനാണ്. അതിൽ നമുക്ക് ഇൻഡിവിജ്വൽ കളേഴ്സും അതുപോലെ തന്നെ അതിൻ്റെ ഹ്യൂസും സാച്ചുറേഷനും ലൂമിനൻസും ഒക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുന്ന ആൾക്കാരുടെ ഇൻട്രസ്റ്റിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിലൊന്നും നമുക്കൊരു പെർട്ടിക്കുലർ വാല്യൂസ് ഡിഫൈൻ ചെയ്യാൻ വേണ്ടി സാധിക്കില്ല. അതുപോലെ ഞാൻ മിക്കവാറും യൂസ് ചെയ്യുന്ന മറ്റൊരു ഓപ്ഷനാണ് എഫക്ട്സിലെ ഡീഹേസ് എന്നുള്ള ഓപ്ഷൻ. അങ്ങനെ അത് ഇൻക്രീസ് ചെയ്യുന്ന വഴി നമ്മൾ ആ ഒരു ചിത്രത്തിലുള്ളൊരു ഹേസിനെസ് റിമൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കും. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരിക്കുന്ന ഫീച്ചേഴ്സിൻ്റെയൊക്കെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഐ ബട്ടൺ കാണാൻ സാധിക്കും. നമ്മളത് ടോഗിൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ചേഞ്ച് ചെയ്തിരിക്കുന്ന എഫക്ട്സിൻ്റെ ബിഫോറും ആഫ്റ്ററും കാണാൻ സാധിക്കും. ചില സമയത്ത് നമ്മൾ ഫോട്ടോയിലെ സബ്ജക്റ്റിൽ അഡീഷണൽ കളേഴ്സ് ആഡ് ആയി വരുന്നത് കാണാറുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അഡ്ജസ്റ്റ്മെൻറ്റ് ലെയർ ക്ലിക്ക് ചെയ്തിട്ട് ഹ്യൂ ആൻഡ് സാച്ചുറേഷൻ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഏത് കളറാണോ കുറക്കേണ്ടത് ആ ഒരു കളർ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഒരു പെർട്ടിക്കുലർ കളറിൻ്റെ സാച്ചുറേഷൻ കുറക്കുക. ദെൻ ആ ഒരു ഇതിനെ ഇൻവേർട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഏരിയയിൽ മാത്രം പെയിൻറ്റ് ചെയ്തെടുക്കുക. അതുവഴി കളർ കാസ്റ്റ് ഒഴിവാക്കിയെടുക്കാൻ വേണ്ടി സാധിക്കും. അതുപോലെ നമുക്കൊരു പെർട്ടിക്കുലർ ഏരിയ ഹൈലൈറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അഡ്ജസ്റ്റ്മെൻറ്റ് ലെയറിൽ കേർവ്സ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് കുറച്ച് ഹൈലൈറ്റ്സ് കൂട്ടിയതിന് ശേഷം ആ ഒരു ലെയറിനെ നമ്മൾ ഇൻവേർട്ട് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ആവശ്യമുള്ള സ്ഥലത്ത് പെയിൻറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ അവിടെ മാത്രമായിട്ട് ഹൈലൈറ്റഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത്രയൊക്കെയാണ് എൻ്റെ ഈ ഒരു കളർ കറക്ഷൻ അല്ലെങ്കിൽ എക്സ്പോഷർ കറക്ഷൻ പ്രോസസ്സിൽ ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. അതിനുശേഷം ഈ ഒരു ഫുൾ ഇമേജിനെ അതിൻ്റെ ഫുൾ ക്വാളിറ്റിയോടെ ഒരു പെർട്ടിക്കുലർ ഫോൾഡറിലേക്ക് എക്സ്പോർട്ട് ചെയ്ത് മാറ്റിയിടും. ഫോട്ടോസ് നല്ല ക്വാളിറ്റിയിലാണെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ടാണ് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ഞാൻ ക്രോപ്പ് ചെയ്യുക. ഈ ഒരു ഫോട്ടോ ലാൻഡ്സ്കേപ്പ് മോഡിലുള്ളൊരു ഫോട്ടോ ഉണ്ട്. ഞാൻ സാധാരണയായിട്ട് ക്രോപ്പ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന റേഷ്യോ എന്ന് പറയുന്നത് 7:5 ആണ്. അതുപോലെ പോർട്രേറ്റ് ടൈപ്പ് ഫോട്ടോ ആണെങ്കിൽ ചൂസ് ചെയ്യുന്ന ക്രോപ്പ് റേഷ്യോ എന്ന് പറയുന്നത് 4:5 അല്ലെങ്കിൽ 1:1 എന്നുള്ള റേഷ്യോ ആയിരിക്കും. ഇങ്ങനെ ക്രോപ്പ് ചെയ്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ സിഗ്നേച്ചർ ഈ ഒരു ഫോട്ടോയിൽ ആഡ് ചെയ്യുന്നത്. ഈ ഒരു ഫോട്ടോയിൽ നമ്മൾ സിഗ്നേച്ചർ ആഡ് ചെയ്യാൻ വേണ്ടി ഫയലിൽ പോയിട്ട് പ്ലേസ് എംബെഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സിഗ്നേച്ചർ ഫയലിനെ സെലക്ട് ചെയ്താൽ മതി. അതിനുശേഷം ഈ ഒരു ഫോട്ടോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലേക്ക് എക്സ്പോർട്ട് ചെയ്തിട്ട് മാറ്റിയിടുന്നു. അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഫോട്ടോസിൻ്റെ ഡീറ്റെയിൽസ് ഇൻസ്റ്റാഗ്രാമിൽ ഡിസ്പ്ലേ ചെയ്യുന്നതിന് ഞാൻ ആ ഫോട്ടോസിനെ സ്പ്ലിറ്റ് ചെയ്ത് ഇടാറുണ്ട്. ഇങ്ങനെ ഫോട്ടോയുടെ എഡിറ്റിംഗ് പ്രോസസ്സ് കഴിഞ്ഞതിന് ശേഷം ആ PSD ഫയലും അതുപോലെ തന്നെ അതിൻ്റെ റോ ഫയലും ഒരു സെപ്പറേറ്റ് ഫോൾഡറിലേക്ക് മാറ്റിയിടാറുണ്ട്. അങ്ങനെ ചെയ്യുന്നതുകൊണ്ടുള്ളൊരു വലിയ ഗുണമെന്ന് പറയുന്നത് നമ്മൾ ഇൻ ഫ്യൂച്ചറിൽ എന്തെങ്കിലും കോമ്പറ്റീഷനിൽ മത്സരിക്കുകയൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അവർ ആവശ്യപ്പെടുന്ന അനുസരിച്ചിട്ടുള്ള ഫയൽ സൈസിലേക്ക് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ ഫോട്ടോ എക്സ്പോർട്ട് ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ അത്തരം മത്സരങ്ങളിൽ സെലക്ട് ചെയ്യപ്പെടുകയാണെങ്കിൽ അവർ റോ ഫയൽ ആവശ്യപ്പെടുന്ന സമയത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ആ ഒരു ഫയൽ അവർക്ക് സെൻഡ് ചെയ്യാനും സാധിക്കും.
ഞാൻ എടുക്കുന്ന ഫോട്ടോസ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതും എക്സ്പോർട്ട് ചെയ്യുന്നതും എന്നതിനെ പറ്റിയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റിൽ ചോദിക്കാം.